മുട്ടക്കണ്ണും മുട്ടപ്പെരിയും ഇവിടെ കീറി ഉപയോഗിച്ച് പൊട്ടിപ്പോയി. ഒന്നുമില്ല, ഫേസിലൊന്നുമില്ല കേട്ടോ. ചുമ്മാ വെറുതെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ തീർന്ന സാധനം വിട്ടിങ്ങനെ അരച്ചതാണ്. ഇതും എല്ലാം വാട്സാണല്ലോ, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, ഇങ്ങനെ വയ്ക്കുമല്ലോ. അതിൻ്റെ എഫക്റ്റിന് വേണ്ടി വേറെ സാധനം എനിക്കുണ്ട്. ഹലോ, അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു ഷോപ്പിങ്ങിന് പോവാണ് എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവാണ്. ഞാൻ ഇപ്പം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഫേസ് രാവിലെ എണീച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല രാവിലെ എണീച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, കുഞ്ഞിനെ ഇറക്കി, അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു. നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. ഓക്കെ, എൻ്റെ അകത്തൊന്നും ഇല്ല കേട്ടോ, തീർന്നു. പൊതുവെ എൻ്റെ ഒരു നയർ സിനിമയുടെ കുറച്ചുണ്ട്, കൂടുതലുണ്ട്. പക്ഷെ എനിക്ക് ഇത് മാത്രമാണ് നേരെ വർക്കായിട്ടുള്ളത്. വർക്ക് മീൻസ് ഇതിടുമ്പോൾ എനിക്ക് അങ്ങനെ പിമ്പിൾസ് ഒന്നും വരാറില്ല. ഇതില്ല കേട്ടോ, ഒട്ടുമില്ല. ഇതൊരെണ്ണം വാങ്ങിക്കണം. ഇവിടെ കൊണ്ടോടോ, ഒരു പിമ്പിൾ, 2 പിമ്പിൾ, മോയ്സ്ചറൈസർ എല്ലാം തീർന്നു. എല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ട്, എല്ലാം ഇങ്ങനെ തീരുന്നതിനനുസരിച്ച് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ചെറുതായിട്ട് ഓർഡർ ചെയ്യുമ്പം വലുതായിട്ട് പൈസ പോകണം അറിയില്ല, മനസ്സിലായില്ലേ? പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്യുമ്പോൾ വലുതായിട്ട് പൈസ പോകണം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സുഖം. അത് ഞാൻ കാണിച്ചെന്നില്ല, ഞാൻ ഉപയോഗിച്ചത് അറിയാമല്ലോ. ഫസ്റ്റത്തത് ഡെർമക്കോഡ നയാസിനമൈഡ് ആണ്. ഇത് ഡോക്ടർ ഷെത്തിൻ്റെ സിറമൈഡ് ആൻഡ് വിറ്റാമിൻ സി ആണ്. ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് സ്കിന്നിന് സ്യൂട്ടാവുന്ന സാധനം. ചില സമയത്ത് പിമ്പിൾ വരും, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സൺസ്ക്രീൻ ആവശ്യത്തിന് ഇട്ടോ, നല്ല വെയിലുണ്ട് പുറത്ത്. ഇത് ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. കുറച്ച് കൂടുതലിടാം. ഞാൻ ഹോട്ടലിലാണ് പോകുന്നത്. ഇതൊരു ഡൂയി ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ്, എല്ലാത്തിൻ്റെയാണ്. ഇത് കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടമാണ്. ഇതെനിക്ക് വലിയ ഇഷ്ടമുള്ളതല്ല, കാരണം എൻ്റെത് ഡ്രൈ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് ചില സമയത്ത് കോമ്പിനേഷൻ മീൻസ് ഡ്രൈ ആണെങ്കിൽ കൂടി എനിക്ക് പിമ്പിൾ വരും. അപ്പം അങ്ങനെ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി അടുത്ത് മേക്കപ്പിലോട്ട് കിടക്കാം. ഇത് ഞാൻ വാഷ് ബേസ് ഇല്ലേ, അവിടെ വെച്ചാൽ ഞാൻ മേക്കപ്പ് ഇടുന്നത്. പൊതുവെ ഞാൻ റൂമിലാണ്. സോ എൻ്റെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യണുണ്ട്. ഞാൻ വിചാരിച്ചു ചുമ്മാ ശല്യം ചെയ്യണ്ട. ഇത് കുറേ നാളായിട്ട് എനിക്കറിയില്ല ഇത് ഏതിൻ്റെയാണ്. കുറേ നാളായി വാങ്ങിച്ചു കേട്ടോ. ബ്രൗൺ ഷെയ്ഡാണേ. പണ്ട് ഞാൻ നല്ല കട്ട ബ്ലാക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതാണ് നമ്മളെ കുറച്ചും കൂടെ നന്നായിട്ട് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. ഒരുപാട് വായി പൊത്തിയതുപോലെ തോന്നില്ല. എപ്പോഴും ഇങ്ങനെ കണ്ണാടി ഇങ്ങനെ അടുത്ത് കണ്ണാടിയെ തിന്നാൻ പോകുന്ന രീതിയിൽ ചെന്ന് തിന്ന് കണ്ണെഴുതുന്നതും പുരികെഴുതുന്നതൊക്കെ ചെയ്തേ. ഈ ഒരു ഡിസ്റ്റൻസ് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? കണ്ണാടിയുടെ അടുത്ത് പോയിട്ട് എല്ലാം ചെയ്യണം. ഇത് ഡാസ്ലറിൻ്റെ ആണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് എൻ്റെ സാധനം എപ്പോഴും കിട്ടുമല്ലോ, ഒരു ചെറുത്, അത് വെച്ച് ഞാൻ വരച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ കുറച്ചിങ്ങനെ ഇത് ലെങ്ത് ഉള്ളതുകൊണ്ട് വെറുതെ വാങ്ങിച്ചു നോക്കിയത്. ഡാസ്ലർ തന്നെ, കുഴപ്പമൊന്നുമില്ല. ഏത് ടാസ്ക്കാണ് കേട്ടോ. ഒരു കാര്യം ചെയ്ത് വരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കണ്ണ് ഫുള്ള് ഇങ്ങനെ മറ്റേ ഭരതനാട്യത്തിനൊക്കെ എഴുതൂലേ, അടിയിലും മുകളിലൊക്കെ, അങ്ങനെയാണ് ഞാൻ എഴുതാറ്. ഇപ്പോൾ കുറേ നാളായി ഞാൻ എഴുതിയിട്ട്. എല്ലാവർക്കും പറയും, കോംപ്ലിമെൻറ്റ്സ് ആയി കിട്ടാറുണ്ട്. മാർസിൻ്റെ ഡബിൾ ട്രബിൾ എന്ന് പറഞ്ഞിട്ടുള്ള മസ്കാരയാണ് കേട്ടോ. ലെങ്ത്തിനും വോളിയത്തിനുള്ളതാണ്, നല്ലതാണ് കേട്ടോ. ഞാൻ ആദ്യം ഇതിൻ്റെ കൈ കിട്ടിയപ്പോഴേ ഞാൻ ഇത് മാത്രം ഓപ്പൺ ചെയ്ത് ഒരു 1-1.5 ആഴ്ച യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പെർഫോമൻസ് മീൻസ് ഇതിങ്ങനെ ഡബിളായിട്ട് ഈ വോളിയും ലെങ്ത്തും ചെയ്യുമെന്ന് വിചാരിച്ചല്ല ഞാൻ വാങ്ങിച്ചത്. എല്ലാവരും പോലെ അഫോർഡബിൾ ഏതാണ് അത് വാങ്ങിച്ചത്രേ ഉള്ളൂ. എനിക്ക് ആക്ച്വലി ആവശ്യത്തിനുള്ള ഐലാഷസ് ഉണ്ട് കേട്ടോ. എൻ്റെ അനിയത്തിക്ക് ഒട്ടുമില്ല.
അയ്യോ സോറി, ഞാനിത് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിച്ചത്? കാരണം പെട്ടെന്ന് ഞാൻ ആലോചിച്ചു. മുട്ടക്കണ്ണും മുട്ടപ്പിരിയും എൻ്റെ അനിയത്തി. ഇത് മേബിലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് ഇറൈസർ കൺസീലറാണ്. ഇതില്ല, ഫുൾ തീർന്നു കാലി. ഇത് ഞാൻ വേറെ ഫൗണ്ടേഷൻ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ലേ, കൺസീലറാണ്. കാരണം എനിക്ക് ഒരുപാട് കറുത്ത പാടുണ്ടായിരുന്നു, പിമ്പിൾ വന്നിട്ട് ഇപ്പം എല്ലാം കുറഞ്ഞു. അപ്പോൾ ഈ ചൂടത്ത് ഒരുപാട് വലിച്ചേരി ഇട്ടാലും നല്ല വൃത്തികേടായിരിക്കും. എൻ്റെ കഷ്ടകാലത്തിന് ഇതുവെല്ലാം വിയർത്തൊലിക്കുക വല്ലതും ചെയ്യണമെങ്കിൽ പിന്നെ നല്ല രസമായിരിക്കും. വേദനിക്കുന്നു, ഇവിടെ കീറി ഉപയോഗിച്ചത് പൊട്ടിപ്പോയി. ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും വരും. ഞാൻ ആദ്യം വെച്ചാൽ അതൊക്കെ വന്ന് മേക്കപ്പൊക്കെ നല്ല വൃത്തി ഇട്ടിട്ട് പോകാമെന്നാണ്, പക്ഷെ അത് നടക്കില്ല. ഇതിനകത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു പൗഡർ ഇട്ട ഫീലിങ്ങിന് കിട്ടിയാൽ മതി, ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ല, ഫേസിലൊന്നുമില്ല കേട്ടോ. ചുമ്മാ വെറുതെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ തീർന്ന സാധനം വിട്ടിങ്ങനെ അരച്ചതാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് വേറെ ഒന്നുമില്ല, ബ്ലഷ്. മാർസിൻ്റെ ബ്ലഷ് അവർ ഡസ്ക് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡ് ഡസ്ക് ആണെന്ന് തോന്നുന്നു. എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. യെസ്, നമ്മളെ മുഖത്തിന് ഒന്നതിൻ്റെ വട്ടമുഖം കൂടി ആയതുകൊണ്ട് ഒരു ഡെഫിനിഷൻ ഇല്ല. ബ്ലഷ് ഇടുമ്പോൾ ഒരു ഡെഫിനിഷൻ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. വാരി വലിച്ചിടുക, കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും കണ്ടാൽ അവർ നോക്കി ചിരിക്കുകയുള്ളൂ. എന്തായാലും ബ്ലഷ് കൂടിപ്പോയി കേട്ടോ, ഒന്നും ആരും പറയില്ല. എൻ്റെ വാരി ഇട്ടുള്ളൂ, ഒരു പ്രശ്നമില്ല. സോ ഞാൻ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ഒരു ഗ്ലൈ ഹൈലൈറ്റും കൂടെ ഇടാണ്. ഇതും എല്ലാം മാർസാണല്ലോ, മാർസ് അല്ലാതെ വേറെ ഒരു ഇതും ഇല്ല എൻ്റെ കയ്യിൽ. മേബിലിനൊക്കെ ഉണ്ട്. അല്ല, ഞാൻ ഇപ്പം ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, എല്ലാം എൻ്റെ കയ്യിൽ മാർസാണ് കേട്ടോ. ഇതെൻ്റെ അനിയത്തിയിൽ ഞാൻ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്താണ് കേട്ടോ. ഇത് നല്ലതാണ്, വേണമെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഓൾറെഡി തിളക്കമുണ്ട്. ഒരു ഡോട്ട് മതി, ഒരൊറ്റ ഡോട്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെയുണ്ട്, ഗ്ലൂ ആയിട്ടില്ലേ? ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. വർക്കാണ്, കുറച്ച് സീരിയസ്. ഇതാണ് കോസ്റ്റ്യൂം കേട്ടോ. ഒരു ജസ്റ്റ് ഒരു ടോപ്പാണ്, ഈ ചൂടത്ത് നല്ല കംഫർട്ടാണ്. പിന്നെ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പാണ്. ലിപ്പ് ലൈനർ ഇട്ട് വരയ്ക്കുകയാണ്. ഇതും മാർസിൻ്റെ ആണെന്നുള്ളത്, ചെറുതായി വെട്ടി. ഇത് ഞാൻ കണ്ടുപിടിച്ച ലിപ് ഷെയ്ഡാണ്. ലിപ് ഷെയ്ഡ് വേണമെങ്കിൽ എൻ്റെ ഷോർട്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സീക്രട്ട് ഷെയ്ഡാണ്, നമ്മളെ പോലെ ബ്രൗൺ ഗേൾസിന് പറ്റിയ ഷെയ്ഡ്. പിന്നെ ഒരുപാട് പേരെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഇങ്ങനെ ലിപ്പിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, ഇങ്ങനെ വയ്ക്കുമല്ലോ. അതിൻ്റെ എഫക്റ്റിന് വേണ്ടി വേറെ സാധനം അതിനെ സെൻറ്ററിൽ മാത്രം എന്നിട്ട് ടാബ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നമ്മുടെ ഷോർട്സിലിടാം കേട്ടോ. അതാകുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഷെയ്ഡ്, അങ്ങനെ ഉണ്ട്. തീർന്നില്ല, എന്നിട്ട് നമ്മൾ ലിപ്പ് ലൈനർ ഇട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഷെയ്ഡ് കൊടുക്കുക കേട്ടോ, ഒരു ഡിഫൈൻ ലിപ്പിന് വേണ്ടിയിട്ട്. സോ ലിപ്സ്റ്റിക് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പൊട്ട് കൂടെ ഇടാം. പൊട്ടും കൂടെ തൊടാമെന്ന്. എനിക്കറിയില്ല ഇത് വിയർത്തൊലിച്ച് പോകുമെന്ന്, എനിക്കതല്ലേ മതി. ഇപ്പോഴേ നല്ല ചൂടുണ്ട്. മുടിയും കൂടെ അങ്ങ് അയച്ചിട്ടു നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ആയിരിക്കില്ല മിക്കവാറെല്ലാം കൂടെ വാരിക്കെട്ട്. ഞാനിങ്ങനെ കോമ്പ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ ഇനി നമ്മൾ ഹീൽലെസ് കേൾ എന്ന് പറയൂലേ, ആ ഒരു സംഭവം വരും.
ഇനിയിപ്പോൾ ഞാൻ കെട്ടി വെച്ചിട്ട് ഞാൻ പോകാൻ നേരത്ത് കാണിച്ചു തരാം കേട്ടോ. ആക്സസറീസ് ഒന്നും ഇടുന്നില്ല. ഞാൻ കമ്മലൊന്നും ഇട്ടിട്ടില്ല. ഓൾറെഡി ഞാൻ ഇങ്ങനെ കുത്തിയ സെക്കൻഡ് സ്റ്റഡ്സ് മാത്രമേ ഉള്ളൂ. വാച്ച് പോയി പവർ വരട്ടെ. ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ഒരു വള അവസാനം ഇടാണ് കേട്ടോ. സോ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ബാഗ് പക്ഷെ ഇത് ഇപ്പോൾ വണ്ടിയിലൊക്കെയാണ്, അതായത് 2 വീലറിലൊക്കെയാണ് പോകണമെങ്കിൽ ഇങ്ങനെ അഴിച്ചിട്ട എല്ലാം പോകും. അതിന് പകരം 2 വീലറിൽ ഇരിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നമ്മൾ എവിടെയാണോ ഡെസ്റ്റിനേഷൻ അവിടെ ചെന്ന് അഴിച്ചിട്ടിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്താൽ അവനെ കിടക്കും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരട്ടെ. വന്നിട്ട് ഓട്ടോ കയറിയിട്ട് കാണിച്ചിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ അനിയത്തി ഇവിടുന്ന് പോയിട്ട് തന്നെ ഒരു 10-15 മിനിറ്റ് ആയിരുന്നു ഓട്ടോ കയറിയിട്ട്. ഞാൻ ഇതുവരെ ഇപ്പോഴും വീട്ടിൽ നിൽക്കുന്നതാണ്. ശരി. അങ്ങനെ ഓട്ടോ വന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു 11 മണിയൊക്കെ അയക്കണം കേട്ടോ. 11-11:30 12 മണി നല്ല വെയിലുള്ള സമയത്ത് കേട്ടോ. അങ്ങനെ ഞാൻ ഓട്ടോ കയറി എന്ത് ചൂടെന്ന് അറിയാമോ, ഓണിലിരിക്കുന്ന പോലെയായിരുന്നു. പിന്നെ ആ മാളിൽ മീൻസ് ആ ടെക്സ്റ്റൈലിൽ കയറിയപ്പോഴാണ് ഒന്ന് ഒരു AC ഒക്കെ കൊണ്ടിട്ട് ഒന്ന് സമാധാനമായത്. ഓൾറെഡി അവൾ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലോട്ടാണ് കേട്ടോ, നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് ഓർഡർ ചെയ്തു. വേറൊന്നുമല്ല, 2 ബജിയും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. പൊതുവേ അറിയാമല്ലോ, നമുക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് കൂടെ പോകുമ്പോൾ ഉള്ള അവിടെ കിടന്നുള്ള ബഹളവും ചിരിയും കളിയൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് വിശന്നിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. പൊതുവേ അവിടെ ഭയങ്കര ഡ്രൈ ആണ്. പിന്നെ വിശന്നിട്ട് എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ അവളും അത് തന്നെ, ഞാൻ എന്താണോ ഓർഡർ ചെയ്തത് അത് തന്നെ അവളും കഴിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞപ്പോഴാണ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കാര്യം ഓർത്തത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തു. പിന്നെ ഒട്ടും തൊണ്ടയ്ക്കും ചെറുതായിട്ട് വയ്യായ്മ ഉണ്ട് കേട്ടോ, പനി അങ്ങനൊരു സംഭവമൊക്കെ ചെറുത രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു നാരങ്ങ വെള്ളമൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. അതൊക്കെ കഴിച്ചു. പിന്നെ നേരെ നമ്മൾ ഫാൻസി സെക്ഷൻ, പെൺകുട്ടികളുടെ ഇഷ്ടസ്ഥലം. പിന്നെ അവിടെ പോയി പിന്നെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റൊരു പൂവിൻ്റെ ക്ലിപ്പൊക്കെ ഇല്ല, അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി മുമ്പ് വന്നപ്പോൾ തന്നെ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയത്തി ഭയങ്കരമായിട്ട് മെഹന്തി പ്രാന്തിയാണ്. അപ്പോൾ അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ അവളെ പറഞ്ഞ് അവളെ വാങ്ങിപ്പിച്ചായിരുന്നു. അതിങ്ങനെ കയ്യിലൊട്ടിച്ചിട്ട് മെഹന്തി വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിങ്ങനെ ഉരുമ്പോൾ ആ അതിലുള്ള ഡിസൈൻ ആ കയ്യിലങ്ങനെ വരും. അപ്പോൾ അങ്ങനത്തെ ഇതായിരുന്നു കേട്ടോ. അങ്ങനെ അവളത് വാങ്ങിച്ചു. പിന്നെ നമ്മൾ കുറേ ജുമുക്കാസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ടുള്ള ജുമുക്കാസ്. ഇത് ചെറിയ സ്റ്റഡ്സ് ഇല്ലേ, റൗണ്ട് സ്റ്റഡ്സ്. അങ്ങനെ അവൾ നിറയെ ഒരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ നിറയെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവൾക്കാണെങ്കിൽ അവൾ എടുക്കുന്നതിലെല്ലാം ഒന്നുകിൽ ഒരെണ്ണേ കാണത്തുള്ളൂ, ഇല്ലെങ്കിൽ ചിലതിൽ കല്ല് കാണത്തില്ല. അങ്ങനെ ഞാൻ എടുക്കുന്നതിലെല്ലാം എന്തോ ലക്കുണ്ട് നല്ല ഭംഗിയുള്ളത് കിട്ടുന്നത്. അതും പറഞ്ഞ് ചിരിക്കുന്നതാണ്. അവിടെ ഞാൻ ക്യാമറ ഫിക്സ് ചെയ്തിട്ട് അവിടെ നിന്ന് ചേട്ടന്മാരും കാരണം നമ്മുടെ അവിടെ കിടന്ന് ഇച്ചിരി ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വല്ലപ്പോഴും ഒരിക്കലും ഇങ്ങനെയൊക്കെ പുറത്ത് പോകണേ, അപ്പം ഉള്ള കാര്യങ്ങളാണ്. എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് ചേട്ടന്മാരെ അടിച്ചില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ കിടന്ന് ബഹളമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളൊരു കാര്യമല്ലേ, അത് മാത്രമേ നോക്കുന്നുള്ളൂ. മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തായാലും അപ്പോൾ കുറച്ച് നേരെ എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് പോയാലും അങ്ങനെയല്ലേ ഉള്ളൂ. എനിക്ക് പൊതുവേ വിരലെണ്ണാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പം എൻ്റെ അനിയത്തിയാണ് എനിക്ക് ശരണം. നമ്മളാണ് എപ്പോഴും അങ്ങനെ പോകാറ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊന്നുമല്ല കേട്ടോ, കുറേ നേരം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. അങ്ങനെ ഓട്ടോ വന്നു. ആ തണുപ്പിൽ നിന്ന് ചൂടിലോട്ട് ഇറങ്ങുമ്പോഴുള്ളൊരവസ്ഥ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. അതിസാഹസികമായി. അതായത് എൻ്റെ അച്ഛൻ്റെ അവിടെയാണ് ഞാൻ വന്നത് ഗെയ്സ്. ഇനി എവിടുന്ന് തേജുവിൻ്റെ വസുവിനെ കുഞ്ഞിനെയും വിളിച്ചിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകണം. അതാണ് പ്ലാൻ. അമ്മ
ഇത് ജയേഷ് ചേട്ടൻ വ്ലോഗ് എടുക്കണ്ട. ഹലോ ആ എല്ലാവർക്കും സുഖമാണോ ചോദിക്കും. എപ്പോഴാ എല്ലാരും കഴിച്ചോ കുടിച്ചോ? ഇപ്പൊ വന്ന് കയറിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. എൻ്റെ തൊണ്ട ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.